ഖിറാഅത്ത് നടത്തുന്നതിനായി അൽ ഹാഫിദ് ഇബ്രാഹിം ബാത്തുഷ CK ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم. صدق الله العظيم. السلام عليكم ورحمة الله تعالى وبركاته. ഈ മഹൽ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ പണ്ഡിതർ, വിശിഷ്ടാതിഥികൾ, വിശ്വാസി സഹോദരീ സഹോദരങ്ങൾ എല്ലാവരെയും സ്വാഗതമരുളിക്കൊണ്ട് സ്വാഗത സംഘം കമ്മിറ്റി കൺവീനർ NC ജലീൽ സാഹിബ് വേദിയെ അഭിസംബോധന ചെയ്യുകയാണ്. സ്വാഗത ഭാഷണത്തിനായി NC ജലീൽ സാഹിബിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരമകാരുണ്യവനും കരുണാവാരിധിയും സർവശക്തനും സർവജ്ഞനും സർവലോക സംരക്ഷകനും സർവാധിപതിയുമായ സർവശക്തനായ അല്ലാഹുവിൻ്റെ നാമധേയത്തിൽ ആരംഭിക്കുന്നു. അവനാണ് സർവത്ര സ്തോത്രങ്ങളും. അവൻ്റെ കരുണാകടാക്ഷം ലോകൈക ഗുരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും തിരുകുടുംബത്തിലും അനുയായി വൃന്ദങ്ങളിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിവന്ദനും ആദരണീയനുമായ വഖഫ് ബോർഡ് ചെയർമാനും ഹസനിയ അനാഥ മന്ദിരത്തിൻ്റെ സമാദരണീയനായ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, നമ്മുടെ പ്രിയപ്പെട്ട MLA-യും കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ബഹുമാന്യനായ PK അബ്ദുർ റബ്ബ് സാഹിബ്, പ്രിയപ്പെട്ട സൈദാലിക്കുട്ടി ഉസ്താദ് കോറാട്, അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി, വേദിയിൽ ഉപവിഷ്ടരായ യത്തീംഖാനയുടെ ജനറൽ സെക്രട്ടറി കളത്തിങ്ങൽ ബാവ ഹാജി, വൈസ് പ്രസിഡന്റ് മരക്കാർ ഹാജി, മറ്റ് SMF-ന്റെ ജില്ലാ സെക്രട്ടറി ഷാഫി ഹാജി, പേര് പറഞ്ഞവരെ പോലെ തന്നെ പ്രഗത്ഭരായ വേദിയിലും സദസ്സിലുമുള്ള സമസ്തയുടെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെയും SKSSF-ന്റെയും ഭാരവാഹികളെ, നേതാക്കന്മാരെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, അത്യന്തം ആഹ്ലാദകരമായ ആനന്ദകരമായ
ഒരു മുഹൂർത്തത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തന്നലയുടെ വൈജ്ഞാനിക രംഗത്ത് ഒരു തെന്നലായി, ഒരു വസന്തമായി, ഒരു മന്ദമാരുതനായി ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന അസനിയ അനാഥ മന്ദിരം വൈജ്ഞാനിക മണ്ഡലത്തിൽ പ്രഭ പരത്തിക്കൊണ്ട് 25ന്റെ നിറവിൽ നിറഞ്ഞു നിൽക്കുന്ന അസനിയ അനാഥ മന്ദിരം എന്ന ഈ മഹത്തായ സ്ഥാപനം അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 23-ാം തീയതി യതീംഖാനയുടെ ജനറൽ സെക്രട്ടറി ബാവ ഹാജി പതാക ഉയർത്തിയതോടുകൂടി ആരംഭിച്ച പരിപാടി വിവിധ സെഷനുകളിലായി ദിവസങ്ങളോളം മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യ സെമിനാർ, അതുപോലെ തന്നെ വനിതാ ക്ലാസ്, ഖുർആൻ ക്ലാസ്, മഹല്ല് റാലി, എക്സിബിഷൻ തുടങ്ങി വിവിധ പരിപാടികൾ ഈ 9 ദിവസമായിട്ട് ഇവിടെ നടന്നു വരികയാണ്. ഇന്ന് അതിന്റെ സമാപനത്തിന്റെ പരിസമാപ്തിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹസനിയ അനാഥ മന്ദിരത്തെക്കുറിച്ച് ഈ സദസ്സിലുള്ള ആർക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഉള്ള ജനങ്ങൾക്ക് അത് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് വിവിധ ചാനലുകളിലും റിപ്പോർട്ടുകളിലും ഒക്കെ തന്നെ സവിസ്തരം അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഹ്രസ്വമായിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവർകൾക്കും അതുപോലെ തന്നെ MLA-ക്കുമൊക്കെ പല പരിപാടികളും സംബന്ധിക്കാനുള്ളത് കൊണ്ട് സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഈ വേദിയുടെ വിശാലത പോലെ തന്നെ ഇവിടെ ഒരുപാട് മഹാരഥന്മാരായ സമസ്തയുടെയും അതുപോലെ തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, തലാപ്പിൽ മരക്കാർ ഹാജി അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്തമ്മു ഹജ്ജുമ എന്നിവർക്ക് സന്താന ഭാഗ്യം ഇല്ലാത്തതിന്റെ ഒരു വിഷമത്തിൽ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോയി കാണുകയും അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശമനുസരിച്ച് ഒരു യതീംഖാന തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് അദ്ദേഹം സ്വന്തമായിട്ടായിരുന്നു അതിന്റെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വഹിച്ചിരുന്നത്. അതിനുശേഷം യതീംഖാനയിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്ത് ഒരു ചെറിയ ക്ഷീണം വന്ന സമയത്ത് അദ്ദേഹം കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും അങ്ങനെ കമ്മിറ്റി ആ യതീംഖാനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി അദ്ദേഹത്തിന്റെ മരണം വരെ ആ യതീംഖാനയുടെ മുത്തവല്ലിയായിട്ടും അതിന്റെ ട്രഷററായിട്ടും ഒക്കെ തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ യതീംഖാനയുടെ മുത്തവല്ലിയായിട്ട് സേവനമനുഷ്ഠിച്ചു വരുന്നത്. അന്നത്തെ യതീംഖാനയുടെ പ്രസിഡന്റായിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് ഖാദി OK അലിയസം മുസ്ലിയായിരുന്നു. തന്നലക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. തന്നലക്കാർക്ക് ഈ തന്നലയുടെ മഹല്ലിന്റെ ഐക്യവും ഭദ്രതയും വിവിധ ആശയങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ ഒരേ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിച്ചു കൊണ്ടുപോയിരുന്ന ഒരു മനീഷിയായിരുന്നു നമ്മുടെ ഓടക്കൽ അലിഹസൻ മുസ്ലിയാർ അവർകൾ. അള്ളാഹു അദ്ദേഹത്തിന് മാഫുറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മഹാനവറുകൾ പ്രസിഡന്റായിട്ടും കളത്തിങ്ങൽ അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി ആയിട്ട്, കളത്തിങ്ങൽ അബൂബക്കർ ഹാജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് നമ്മുടെ നാട്ടുകാരണവരും അതുപോലെ തന്നെ യതീംഖാനയുടെ ഒരുപാട് കാലം യതീംഖാനയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം യതീംഖാനയിലെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം നിയന്ത്രിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എളിയ സഹഭാരവാഹിയായിട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ യതീംഖാനയിലേക്ക് ആരെങ്കിലും ഒരു പൈസ അദ്ദേഹത്തിന്റെ അടുത്ത് സംഭാവന കൊണ്ടുവന്ന് കൊടുത്താൽ അത് യതീംഖാനയിൽ ഏത് പാതിരാത്രിയാണെന്നുണ്ടെങ്കിലും യതീംഖാനയിൽ ആ സംഖ്യ ഏൽപ്പിച്ചിട്ടല്ലാതെ അദ്ദേഹം ഉറങ്ങാൻ പോകുമായിരുന്നില്ല. അത്രക്ക് സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു കളത്തിങ്ങൽ അബൂബക്കർ ഹാജി. അതുപോലെ തന്നെ അതിന്റെ വൈസ് പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ കളത്തിങ്ങൽ കുഞ്ഞാവ് ഹാജിയായിരുന്നു. ദീർഘകാലം ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് യതീംഖാനയുടെ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോവുകയും അത് തന്നലിയിൽ വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമാക്കി മാറ്റുന്നതിൽ അവരൊക്കെ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അവരെയൊക്കെ തന്നെ അനുസ്മരിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ. അതുപോലെ തന്നെ നമ്മുടെ യതീംഖാന തുടക്കം തന്നെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജാതി മത ഭേദമന്യേ സകലർക്കും ആദരണീയനായ, ഇന്നും രാഷ്ട്രീയ കക്ഷി ഭേദമല്ലേ ഇന്ത്യയിലെ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ മനസ്സിന്റെ ഓർമ്മകളിൽ ഒളിവങ്ങാത്ത ഓർമ്മകളുമായി കഴിയുന്ന മഹാനായ ശിഹാബ് തങ്ങൾ. ആ ശിഹാബ് തങ്ങളാണ് യതീംഖാനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്.
അതുപോലെ തന്നെ യത്തീംഖാനയുടെ മസ്ജിദിന്റെ ഉദ്ഘാടനം നമുക്കറിയാം. പണ്ഡിത ലോകത്തെ സൂര്യ തേജസ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാറാണ് അതിനെ തറക്കല്ലിട്ടത്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിന്റെ വനിതാ കോളേജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതുപോലെ തന്നെ CH ഐദ്രോസ് മുസ്ലിയാർ നിരന്തരം ഓരോ യത്തീംഖാനയുടെ മീറ്റിംഗിലും എല്ലാ മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ യു ബാപ്പുട്ടിയാജി അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളായിരുന്നു യത്തീംഖാനയിലേക്ക് നിയമപരമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളായിരുന്നു യത്തീംഖാനയുടെ വളർച്ചയ്ക്ക് പ്രചോദനമായിരുന്നത്. അതുപോലെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ വൈകിയ വേളയിൽ അവരെ എല്ലാവരെയും ആരെങ്കിലും പേര് വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും, അതുപോലെ തന്നെ നമ്മുടെ TP അയമു മുസ്ലിയാർ റിസീവറായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു അയമു മുസ്ലിയാർ. അതുപോലെ ഈ അടുത്ത് മരണപ്പെട്ട നമ്മുടെ തോട്ടോളി ബീരാങ്ക ഇതിന്റെ റിസീവറായിരുന്നു. അവരെയും അള്ളാഹു അവരുടെയും നമ്മയും സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. യത്തീംഖാനയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി അതിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ കരീം മുസ്ലിയാർ ഒരു പ്രഭാഷണം ഇവിടെ നടത്താനുണ്ട് എന്നുള്ളത് കൊണ്ട് യത്തീംഖാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാർക്ക് വളരെ മറ്റു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ യത്തീംഖാനയുടെ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് വളരെ സൗഭാഗ്യമായിട്ട് ലഭിച്ച യത്തീംഖാനക്ക് നമ്മുടെ മഹല്ല് ഖാദിയുടെ വിയോഗത്തിന് ശേഷം യത്തീംഖാനക്ക് ലഭിച്ച ഒരു വലിയ കാര്യമാണ് നമുക്ക് നമ്മുടെ റഷീദ് അലി ശിഹാബ് തങ്ങളെ പ്രസിഡന്റായി ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ നിത്യവസന്തം വർദ്ധിത ജനകോടികളുടെ നായകൻ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ അവറുകള് മറ്റൊരു ഹൈദരാബാദിലൊരു പരിപാടിയിലാണ് അദ്ദേഹം മഹാൻ അവറുകള് എറണാകുളത്ത് എത്തിയിട്ട് ഇങ്ങോട്ട് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. തങ്ങൾക്കും 1000 സ്വാഗതം ആശംസിക്കുകയാണ്. മറ്റ് ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള്, ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ സയ്യിദ് സമസ്തയുടെ ട്രഷറർ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്തയുടെ വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാർ, കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് നാസർ അയ്യ ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ കോഴിക്കോട് ഖാദിയും തന്നല മഹല്ല് ഖാദിയുമായ മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, അതുപോലെ തന്നെ കേരള നിയമസഭയുടെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്നും നമ്മുടെ കൂടെയുള്ള ഏത് വിഷയങ്ങൾക്കും നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട PK അബ്ദുൾ റബ്ബ് സാഹിബ്, ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബ്, CH ബാപ്പുട്ടി മുസ്ലിയാർ പറപ്പൂർ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവി കൂരിയാട്, ഹാജി K മുഹമ്മദ് ഫൈസി, അബ്ദുൽ ഗഫൂർ കുണ്ടൂർ മർക്കസിന്റെ പ്രിൻസിപ്പൽ ഇവിടെ വേദിയിലുള്ള അബ്ദുൽ ഗഫൂർ അൽ കാസിമി, സയ്യിദ് ഫഖറുദ്ദീൻ അസനി തങ്ങൾ, ഹാജി എ മരക്കാർ ഫൈസി, ബഹുമാനപ്പെട്ട സൈദാലിക്കുട്ടി ഫൈസി കോറാട്, അതുപോലെ തന്നെ നമ്മുടെ SMFന്റെ ജില്ലാ സെക്രട്ടറി U മുഹമ്മദ് ഷാഫി, ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി തുടങ്ങിയവർക്കും ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷണ കലയിലെ കുലപതി നാസർ ഫൈസി കുടത്തായി, ആദർശവേദിയിലെ ഉജ്ജ്വല താരകം ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം എന്നിവർക്കും എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാർക്കും ഹസനിയ യത്തീംഖാനയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ വൈകിയ വേളയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ആദരവോടെ സ്നേഹപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വിശുദ്ധിയുടെ പൊൻപ്രതീകങ്ങളായി പ്രകാശം പരത്തുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദുമാരിൽ പ്രമുഖൻ, കേരള വഖഫ് ബോർഡ് ചെയർമാൻ, ഹസനിയ യത്തീംഖാനയുടെ അഭിവന്ദനായ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുകയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യനായ PK അബ്ദുൾ റബ്ബ് സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, വേദിയിലും സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു നേതാക്കളെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്നിവിടെ ഒരുമിച്ചുകൂടിയിൽ തന്നെ
തെന്നല ഹസനിയ യതീംഖാനയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായ സൽക്കരമായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവീട്ടിൽ നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച മരക്കാര ഹാജി അടക്കം ഉള്ള പല ആളുകളും ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകാൻ അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരായിട്ടുള്ള ധാരാളം ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ധാരാളം ആളുകളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഒന്നും മാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനം നടന്നു വരുന്നത്. അള്ളാഹു ഇതിനു വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഇരുവീട്ടിൻ അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനും സഹകരിക്കാനും പ്രവർത്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കരുത്തും അവർക്കും നമുക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. ഇന്ന് യതീംഖാനകളിൽ ഈ തെന്നല യതീംഖാന പറഞ്ഞാൽ 25 വർഷത്തോളമായി ഇത് സ്ഥാപിതമായിട്ടുള്ളത്. കാരണം മരക്കാർ ഹാജി അദ്ദേഹത്തിന്റെ കുടുംബവും തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനമായിട്ട് വളർന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനിയും ധാരാളം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവണം. നമുക്കുണ്ടാക്കി നമ്മുടെ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്താൻ അള്ളാഹുവിന്റെ അനുഗ്രഹവും നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് നമുക്ക് സാധ്യമാവട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ഈ സ്ഥാപനം മരക്കാരാജി തുടങ്ങി വെച്ച സ്ഥാപനം ഇന്ന് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ സ്ഥാപനം വിശാലമായ കമ്മിറ്റിയിലൂടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുകയാണ്. സ്ഥാപനത്തിൽ ഇന്ന് പല നിയമങ്ങളുണ്ട്. കാരണം ഈ ഓർഫനേജ് യതീംഖാനക്ക് കർക്കശമായ നിയമങ്ങൾ ഇന്ന് ഗവൺമെന്റ് തലത്തിലുണ്ട്. പല നിയമങ്ങൾ കൊണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്. കാരണം സാധാരണക്കാരായ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വളരെ നല്ല നിയമങ്ങൾ നല്ലതാണ്, നിയമം പാലിച്ചേ മതിയാവൂ ഞാൻ. അപ്പം അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട് പോവാൻ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് സാധ്യമാവും. അതിന് കഠിന പ്രയത്നം നടത്തേണ്ടി വരും. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, അതിന് വേണ്ടുന്ന സ്റ്റാഫ്, അതിൻ്റെയൊക്കെ ആനുപാതികമായിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള സ്ഥാപനവും സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒന്ന് കൂടുതൽ കഠിന പ്രയത്നം നടത്തി കഴിഞ്ഞാൽ സാധ്യമാവും. അപ്പോൾ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു സ്ഥാപനമാക്കി നമ്മുടെ സ്ഥാപനത്തെ ഉയർത്താൻ എല്ലാവരുടെയും പരിശ്രമവും കഠിനാധ്വാനവും അനിവാര്യമാണ്. അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ എളിയ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസമിയ യതീംഖാനയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ യതീംഖാനയുടെ ചരിത്രം, സ്ഥാപക പ്രവർത്തനങ്ങൾ, സമകാലിക വിഷയങ്ങൾ, കവിതകൾ, വിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ എന്നിവ ഉൾക്കൊള്ളിച്ച അസനിയ യതീംഖാന ഓർമ്മ പുസ്തകം വേദിയിൽ പ്രകാശനം നിർവഹിക്കുകയാണ്. പ്രകാശനം നിർവഹിക്കുന്നത് സമാധാനികനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ MP കുഞ്ഞുമൊയ്തീൻ സാഹിബ് അവർകളാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാരും ആലമികളും ഉലമാക്കളും എല്ലാം ഉണ്ട്. എല്ലാവരും നമ്മെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിനു മുമ്പായി കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തിരൂരങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗവുമായ ജനാബ് PK അബ്ദുറബ്ബ് സാഹിബ് സദസ്സിൽ ആശംസാ ഭാഷണം നിർവഹിക്കുകയാണ്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على رسول الله.
ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡൻറ്റും സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ചെയർമാനുമായ ആദരണീയനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ വേദിയിലുള്ള പണ്ഡിതന്മാരെ, യതീംഖാനയുടെ മറ്റ് ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. തന്നല്ല ഹസനിയ യതീംഖാന അതിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ 25 വർഷക്കാലത്തിനിടയിൽ ഒട്ടേറെ അനാഥരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകുവാനും അവരുടെ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു നല്ല സ്ഥാപനമായി ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. ഓരോ സ്ഥാപനങ്ങളും ആരംഭിക്കുന്നതിന് പിന്നിൽ ഓരോ തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പല സ്ഥാപനങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ തിരൂരങ്ങാടി യതീംഖാന സ്ഥാപിതമായത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലാകമാനം കോളറ പടർന്നു പിടിച്ച് മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട ഒട്ടേറെ കുട്ടികൾ, പല പ്രായത്തിലുമുള്ള കുട്ടികൾ, ആ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി മഹാനായ MK ഹാജി സാഹിബ് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ എളിയ നിലയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു സ്ഥാപനമായി, അനുബന്ധമായി ഒട്ടേറെ മറ്റ് സ്ഥാപനങ്ങളൊക്കെയായി ഇന്ന് തിരൂരങ്ങാടിയിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെയും തുടക്കത്തിൻ്റെ പിന്നിൽ ഓരോ ചരിത്രങ്ങളുണ്ടാകും. പക്ഷെ എന്ത് ചരിത്രമായാലും അത് നമ്മുടെ അനാഥകളായിട്ടുള്ള കുട്ടികൾക്ക്, ഇവിടെ മഹാനായ തങ്ങളവറുകൾ പറഞ്ഞതുപോലെ ധാരാളം നിയമങ്ങളും നിബന്ധനകളുമൊക്കെ ഏത് സ്ഥാപനം നടത്തുമ്പോഴും ഉണ്ടാകും. സർക്കാരിൻ്റെ ഗ്രാൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്ന സ്ഥാപനങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും അത്തരം നിയമങ്ങൾ, അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയുമാണ്. യതീംഖാനകൾ എന്ന് പറയുമ്പോൾ തന്നെ പഴയ കാലങ്ങളിൽ യതീം കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അഗതികൾ കൂടി അതിൻ്റെ ഭാഗമായി വരികയാണ്. കാരണം അവരും യതീമുകൾ അല്ലെങ്കിൽ പോലും അവരും ഇതുപോലുള്ള സംരക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ അത്തരം കുട്ടികളെ കൂടി ഇതുപോലുള്ള യതീംഖാനകളിൽ പ്രവേശിപ്പിക്കുന്നത്. വളരെ നല്ല നിലയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ, കാരണം നമുക്കറിയാം പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് മതപരമായ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുവാൻ സംഘം ചേർന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം തന്നെ മതത്തിൻ്റെ വിധിവിലക്കുകൾ
എന്തൊക്കെയാണെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സ്ഥാപനത്തിനുള്ളിൽ മാത്രം അവർ ഒതുങ്ങി നിൽക്കുന്നില്ല. യതീംഖാനയിൽ പഠിക്കുമ്പോഴും മറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലും പിന്നീട് പോകേണ്ടി വരും. എന്നിരുന്നാലും നമ്മുടേതായിട്ടുള്ള, നമ്മൾ ശീലിച്ചിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ 100% അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകേണ്ട ബാധ്യത കുട്ടികൾക്കുണ്ട്. അപ്പോൾ മാത്രമേ അവരുടെ വിദ്യാഭ്യാസത്തിന് അർത്ഥമുള്ളൂ. കാരണം വിദ്യ അഭ്യസിച്ചു, വിജ്ഞാനം നേടി, അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും കഴിയുമ്പോഴാണ് അത് സാർത്ഥകമാകുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ 25 വർഷമായി ധാരാളം പ്രതിഭാധനരായ വിദ്യാർത്ഥിനികളെ ഈ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ പഠനം പൂർത്തിയാക്കി പറഞ്ഞയക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ സ്ഥാപനം മുന്നോട്ട് പോകണം. മഹാന്മാരായ പല നേതാക്കന്മാരുടെയും പേരുകൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ മഹാനായ തങ്ങളവറുകളും ഒക്കെ അനുസ്മരിക്കുകയുണ്ടായി. അവരൊക്കെ ഓരോ കാലഘട്ടത്തിലും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ, ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സജീവമായ പങ്കുവഹിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ഈ നിലയിൽ ഇതെത്തിച്ചേരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ളവരാണ്. തീർച്ചയായും അവർക്ക് അതിൻ്റേതായ പ്രതിഫലം സർവശക്തനായ അല്ലാഹു നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർക്ക് മതിയായ പ്രതിഫലം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ്. കാരണം അവരൊക്കെ സഹിച്ച ത്യാഗത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പരിണിതമായ ഫലമായിട്ടാണ് നമുക്കിന്ന് വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ 25 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഇനിയും നമ്മുടെ ഈ പ്രദേശങ്ങളിലെ അനാഥകളായ അഗതികളായ കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം എത്രത്തോളം കൂടുതലായി നൽകാൻ കഴിയുമോ അത് നൽകുകയും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ തലമുറ, പുതിയ തലമുറ എല്ലാ വിധത്തിലുമുള്ള മോശമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്, സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് അവർ നേരായ പാതയിൽ പോകാൻ അവർ പഠിച്ചതുകൊണ്ട് മാത്രം ആയില്ല. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ സൂക്ഷ്മമായ ശ്രദ്ധ രക്ഷിതാക്കൾക്കും വേണ്ടപ്പെട്ട ആളുകൾക്കും ഉണ്ടാകണം. യതീം കുട്ടികളെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്ന് ക്യാമ്പസുകളൊക്കെ തന്നെയും ലഹരികളുടെ കേന്ദ്രങ്ങളായി മാറുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ പോലും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുള്ള പല അനുഭവങ്ങളും നമ്മുടെ ക്യാമ്പസുകൾ എത്രമാത്രം മലീമസമാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മമായ കണ്ണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം. സ്ഥാപനങ്ങൾക്ക് പുറത്തു പോകുന്ന കുട്ടികളുടെ കാര്യങ്ങളിൽ ഉണ്ടാകണം, മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ചുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ പുതിയ തലമുറ വിജ്ഞാനത്തോടൊപ്പം തന്നെ ആ വിജ്ഞാനം പ്രാവർത്തികമായി സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഗുണകരമായ ഈ ലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുന്ന നല്ല സന്താനങ്ങളായി, നല്ല കുട്ടികളായി, നല്ല വ്യക്തിത്വങ്ങളായി വളരുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തുന്ന ഈ സ്ഥാപനം ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ, ഇവിടെ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 6-7 ദിവസമായി 25ാം വാർഷികത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഒട്ടേറെ പരിപാടികൾ ഇവിടെ നടക്കുകയുണ്ടായി. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെല്ലാം, പണ്ഡിതന്മാരെല്ലാം ഇവിടെ പല വേദികളിലായി നിങ്ങളോട് സംവദിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മുടെ നേതാക്കന്മാർ, ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള ആളുകൾ ഈ വേദിയിലെത്താൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ഇതിൻ്റെ 25ാം വാർഷിക പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുവാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും ഇതിന് നടത്തിപ്പുകാർക്കും
ഇതിനെ സഹായിക്കുന്നവർക്കുമെല്ലാം അള്ളാഹു മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വാഗത പ്രസംഗത്തിൽ വളരെ പ്രഗത്ഭരായ 2-3 ആളുകളെ വിട്ടിട്ടുണ്ട്. അവരോട് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് MP കുഞ്ഞുമൊയ്തീൻ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ യതീംഖാനയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, നമ്മുടെ നാട്ടുകാരണവരും മഹല്ല് പ്രസിഡന്റുമായ കളത്തിങ്ങൽ ബാവ ഹാജി, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മരക്കാർ ഹാജി, നമ്മുടെ തന്നല മഹല്ല് സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രഗത്ഭനായ ചെയർമാനും ഇവരുടെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നണി പോരാളിയായി നമുക്ക് ആവേശവും അഭിമാനവുമായി വർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി ഉസ്താദ്, അതുപോലെ തന്നെ കുഞ്ഞീതുട്ടി മുസ്ലിയാർ, ഈ യതീംഖാനയുടെ കാലം തൊട്ട് ഈ യതീംഖാനയുടെ കൂടെ സഞ്ചരിച്ച, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാറ്റിലും പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട ഹംസ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ നൂഹ് കരിങ്കപ്പാറ, നമ്മുടെ നന്നമ്പ്ര പഞ്ചായത്തിൻ്റെ ഒയൂർ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ നൂഹ് കരിങ്കപ്പാറ, അതുപോലെ തന്നെ KV കോയ മുസ്ലിയാർ, PP ബാപ്പുട്ടി മുസ്ലിയാർ തുടങ്ങി PP മൂസ മൗലവി തുടങ്ങിയ എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹകാര്യദർശിയുമായ യു ഷാഫി ഹാജി വേദിയിൽ ആശംസ അർപ്പിച്ച് അഭിസംബോധന ചെയ്യുകയാണ്. അധ്യക്ഷന്റെ അനുമതിയോടെ കൂടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായ PK അബ്ദുറബ്ബ് സാഹിബ് അവറുകളെ, വേദിയിലുള്ള ഈ മഹൽ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ കാരണവരുമായ ബഹുമാനപ്പെട്ട കളത്തിങ്ങൽ ബാവ ഹാജി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, മാന്യ സഹോദരീ സഹോദരന്മാരെ, ഒരാഴ്ചയിലേറെക്കാലമായി ഈ പ്രദേശത്തിൻ്റെ ധാർമ്മിക വൈജ്ഞാനിക മേഖലകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനസ്തംഭമായി തലയുയർത്തി നിൽക്കുന്ന ഹസനിയ യതീംഖാനയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ പരിസമാപ്തി കുറിക്കപ്പെടുന്ന വളരെ പ്രൗഢമായ ഒരു സമ്മേളനത്തിൻ്റെ പരിപാടിയിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ മഹൽ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് കടന്നുപോയ പൂർവികരെയും നേതാക്കളെയും ഇന്നതിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരെയുമൊക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട തലാപ്പിൽ മരക്കാർ ഹാജിയെ, അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച് കടന്നുപോയവരെയൊക്കെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മരക്കാർ ഹാജിയും ഈ വിനീതൻ്റെ വന്യപിതാവ് മർഹൂം ബാപ്പുട്ടി ഹാജിയും ഈ മഹൽ സ്ഥാപനവുമൊക്കെ ആയുണ്ടായിട്ടുള്ള അഭേദ്യമായ ബന്ധം പലപ്പോഴും പല ദിവസങ്ങളിലും പാതിരാത്രികളിൽ വരെ ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചമ്മാട് വരുന്നതും പോകുന്നതുമൊക്കെ പല പ്രാവശ്യവും കണ്ടനുഭവിച്ചിട്ടുള്ള ഒരു വിനീത വ്യക്തിയാണ്. ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയും മുന്നോട്ടുള്ള പുരോഗമനാത്മകമായ പ്രയാണത്തിനു വേണ്ടിയും വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് കടന്നുപോയ നമ്മുടെ പൂർവികരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം.
ബഹുമാനപ്പെട്ട മരക്കാര ഹാജിയെപ്പോലെയുള്ള ആളുകളെ, അതുപോലെ ഇതിനുവേണ്ടി സേവനം ചെയ്ത് കടന്നുപോയ ആളുകൾക്ക് ഇതിൻ്റെ ഗുണഫലം അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മരക്കാര ഹാജിക്ക് അദ്ദേഹത്തിൻ്റെ മക്കളില്ല എന്നതുകൊണ്ട് മാത്രമുണ്ടായ ഒരു പ്രചോദനമല്ല ഇത്. മറിച്ച് അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി തൻ്റെ സർവസ്വവും ഈ മഹൽ സ്ഥാപനത്തിന് വേണ്ടി നീക്കിവെച്ച മഹാനവറുകൾ ഒരു വലിയ മാതൃകയാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്, അതിൻ്റെ സംസ്ഥാപനത്തിന് പിന്നിൽ ഇതുപോലെ ഒരു മഹാമനീഷിയുടെ മഹാമനസ്കതയാണ് പ്രവർത്തിച്ചത്. ബാപ്പു ഹാജി അവർകൾ അദ്ദേഹം ഇതുപോലെ സന്താന സൗഭാഗ്യമില്ലാതെ ജീവിച്ചു പോരുമ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും നിർദ്ദേശം മാനിച്ചുകൊണ്ട് തൻ്റെ 100 ഏക്കർ വരുന്ന സ്ഥലം സർവസ്വവും ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നീക്കിവെച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് 10,000 ഫൈസി പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൽ ആർക്കാണ് സംശയമുള്ളത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതൃസ്ഥാനത്തിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ദർജയെ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളെപ്പോലെയുള്ള പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയത് ആ മഹാസ്ഥാപനമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവർ, അത്തരം മഹാരഥന്മാരെ പണ്ഡിത ലോകത്തിന്, ഈ സമൂഹത്തിന് സമർപ്പിച്ച ആ മഹത്തായ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദീനീ പ്രവർത്തനങ്ങളുടെയും ഒരു പങ്ക് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഉന്നത ശ്രേണിയിലെത്തിയിട്ടുള്ള അനാഥകളായിരുന്ന ആളുകൾ, അവരുടെ ആ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലം ഇന്ന് ബഹുമാനപ്പെട്ട മരക്കാര ഹാജിയുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു ഇങ്ങനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത്, യതീംഖാനകളും അതുപോലെയുള്ള ദീനീ സ്ഥാപനങ്ങളും ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിയമത്തിൻ്റെയും അതുപോലെ മറ്റു വിലക്കുകളുടെയും ഒക്കെ കർശനമായ നിയന്ത്രണം, അതിലേറെ ഈ കറൻസിയുടെയും അതുപോലെ മറ്റുമൊക്കെ പ്രശ്നങ്ങളുടെ പേരിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഈ പ്രതിസന്ധികളിലും ഇത്തരം സ്ഥാപനങ്ങളുടെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാനും ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സേവനങ്ങളും സഹായങ്ങളും ചെയ്യുവാനും നമുക്ക് കഴിയണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഇത്തരം സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരിക്കലും നമുക്ക് തടസ്സമാകാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കടന്നുകൊണ്ട് ഈ നാട്ടിലെ ദീനീ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു പോകുന്നവരാണ് നമ്മുടെ കഴിഞ്ഞ തലമുറ. സ്വന്തം വീട്ടിലെ മക്കൾക്ക് കഞ്ഞി ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന അരിയിൽ നിന്ന് ഒരു പിടി വാരിയെടുത്ത് തൂക്കിൽ നിക്ഷേപിച്ച്, അതുപോലെ കോഴിയും ലേലം ചെയ്ത് നമ്മൾ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വളർന്നു വന്നത്. ആ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയവരാണ് കേരളീയ മുസ്ലിങ്ങൾ. ആ കഴിഞ്ഞ കാല നമ്മുടെ തലമുറയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു കൂടുതൽ കരുത്തും ശേഷിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സുവനീർ നിങ്ങളെ അടുത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ തെന്നലയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന, യതീംഖാനയുടെയൊക്കെ ചരിത്രം ഉൾക്കൊള്ളുന്ന വളരെ ഉജ്ജ്വലമായ, വളരെ കാമ്പുള്ള, കഴമ്പുള്ള ഒരു പുസ്തകമാണ് അത്. ഏതൊരാളും തെന്നലയുടെയും മറ്റും ചരിത്രം പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്.
അതിന് നേതൃത്വം കൊടുത്തത് അതിന്റെ എഡിറ്റർ കളത്തിങ്ങൽ ബഷീർ മാഷാണ്. ബഷീർ മാഷിനെ ഈ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ആ സുവനീർ വരുമ്പോൾ നിങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സംഭാവനയായിട്ട് ആ കുട്ടികളെ ഏൽപ്പിക്കണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. മുസ്ലിം കൈരളിയുടെ ആത്മീയ സംഗമവേദികളുടെ അനുഗ്രഹീത സാന്നിധ്യം ബഹുമാന്യ പണ്ഡിത ശ്രേഷ്ഠൻ ഷെയ്ഖുന സൈദാലിക്കുട്ടി ഫൈസി കോറാട് സദസ്സിന് അഭിസംബോധന ചെയ്യുകയാണ്. ബഹുമാന്യ അധ്യക്ഷന്റെ അനുമതിയോടെ കൂടെ ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشأن شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما اليتيم فلا تقهر صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم أنا وكافر اليتيم في الجنة هكذا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട ഹസനിയ യതീംഖാനയുടെ സെക്രട്ടറി ബാവ ഹാജി അവர்களെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി മുസ്ലിയാർ, അബ്ദുൽ ഗഫൂർ ഖാസിമി, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, കുഞ്ഞുട്ടി മുസ്ലിയാർ, സ്വാഗത പ്രസംഗം ചെയ്ത മഹാൻ, മറ്റു പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹസനിയ യതീംഖാനയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയം ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വളരെ സന്തോഷം. ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണ് തലാപ്പിൽ മരക്കാർ ഹാജി ചെയ്തത്. ഏറ്റവും പുണ്യമുള്ള കാര്യം. ആ കാര്യത്തിൽ ഈ നാട്ടുകാരും മറ്റുള്ള ആളുകളൊക്കെ പങ്കുചേരണം. യതീമുകളെ സംരക്ഷിക്കാൻ ചില്ലറല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. യതീമിനോട് നീ വമ്പിക്കരുത്. കാര്യം പറഞ്ഞോ, മോനെ നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറഞ്ഞോളൂ. വമ്പിക്കരുത്, പോടാ ചെയ്യൂ, ഇന്ന കാര്യം ചെയ്യടാ, അങ്ങനെ പറയരുത് അവനോട്. കാരണം അവന്റെ മനസ്സ് വളച്ചോൻ എൻ്റെ പല്യായിട്ടല്ലേ, എൻ്റെ പല്യായിട്ടല്ല എന്നോട് അങ്ങനെ പറയുന്നത്. വളച്ചോനെ അവന്റെ മനസ്സ് ഞാൻ വിഷമിക്കും. അവനെ വിഷമിപ്പിക്കാൻ പാടില്ല. അവന്റെ കണ്ണീരൊപ്പാൻ ആളില്ല.
അവന്റെ കണ്ണീരൊപ്പുന്നവൻ ഖബറിലാണ്. അവനോട് നിങ്ങൾ വമ്പിക്കാൻ പാടില്ല. വളരെ മിനുസത്തിൽ അവന്റെ തല തൊട്ടാൽ ദോഷം പൊറുക്കും. അവന്റെ തല ഇങ്ങനെ തൊടുക, അവന്റെ മുഖം തൊടുക, അവന്റെ കൈ തൊടുക. അവനക്ക് വേറെ ആളില്ല തൊടാൻ. അവന്റെ പിതാവ് മരിച്ചു പോയിരിക്കുന്നു. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനോട് നിങ്ങൾ വമ്പിക്കരുത്, നിർബന്ധിക്കരുത്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പൊഞ്ചിരിയോടുകൂടി സംസാരിക്കണം. വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കൽ സ്ഥാനമുള്ള വ്യക്തിയാണ് യതീം. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർണ യതീമായിട്ടാണ് ജനിച്ചത്. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതം. ബാപ്പ അഷ്റഫുൽ ഖൽഖിന്റെ പിതാവ് തങ്ങളെ ആമിന ബീവി ഗർഭം ചുമന്ന് 2 മാസമായപ്പോൾ പിതാവ് അബ്ദുള്ള വഫാത്തായി. ജനിച്ചപ്പോൾ പരിപൂർണ യതീം. ജ്യേഷ്ഠനില്ല, അനുജനില്ല, സഹോദരികളില്ല, നോക്കാൻ ആളില്ല. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ സംരക്ഷണത്തിലാണ് അഷ്റഫുൽ ഖൽഖ് വളർന്നത്. ആ സമയത്ത് തങ്ങൾ ജനിച്ചുവിന്റെ അനുജനിക്ക് ഒരു കുട്ടി ജനിച്ചു എന്നതിൽ സന്തോഷിച്ചുകൊണ്ട് അബൂലഹബ് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. തങ്ങളെ മൂത്താപ്പയായ അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, ഒരു അടിമയെ മോചിപ്പിച്ചു. പിന്നീട് അബൂലഹബ് അഷ്റഫുൽ ഖൽഖ് നബിയായി വന്നപ്പോൾ അബൂലഹബ് വിശ്വസിച്ചില്ല. റസൂലിന്റെ ശത്രുവായി മാറി അബൂലഹബ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന ആയത്ത് വരെ ഇറങ്ങി. അബൂലഹബിനെ ശപിച്ചുകൊണ്ട് ആയത്ത് വരെ ഇറങ്ങി. സ്വഹീഹായ ഹദീസ് നോക്കിയാൽ കാണാൻ സാധിക്കും, അബൂലഹബ് കാഫിറാണ്. ആ അബൂലഹബ് യതീമായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ എന്റെ അനുജനിക്കൊരു കുട്ടി, കാരണം അഷ്റഫുൽ ഖൽഖിന്റെ പിതാവ് മരിച്ചുപോയി, വഫാത്തായിരുന്നു. സന്തോഷിക്കാൻ ആളില്ല, ഈ കുട്ടിയെ പോറ്റാൻ ആളില്ല. ആ കുട്ടി ജനിച്ചതിന്റെ പേരിൽ അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമയെ മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചത് കാരണത്താൽ ഈ യതീമ് ജനിച്ചപ്പോൾ സന്തോഷിച്ചതിന്റെ കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും ചൂണ്ടുവിരലിൽ കൂടി അബൂലഹബിനിക്ക് അള്ളാഹു നല്ല നെൽത്തണ്ണീരായ വെള്ളം കൊടുക്കുന്നു. കാഫിറായ ശപിക്കപ്പെട്ട അബൂലഹബിനിക്ക് അള്ളാഹു തന്റെ ചൂണ്ടുവിരലിൽ കൂടി ഇഷ്ടം പോലെ നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. സഹോദരന്മാരെ, യതീമിനെ സംരക്ഷിക്കണം. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ഞാൻ വകാഫിലുൽ യതീമി യതീമിനെ സംരക്ഷിക്കുന്നവനും ഫിൽ ജന്നത്തി സ്വർഗ്ഗത്തിൽ ഹാകദാ ഇതേ പ്രകാരത്തിലാണ് പഠിക്ക. റസൂലുൻ ആ യതീമിനെ സംരക്ഷിച്ച ആളും ഇതേ രൂപ. യതീമിനെ സംരക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ യതീഖാന നടത്തുന്നവർ. ആ യതീഖാനയ്ക്ക് യതീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി അരി കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവർ, യതീമിന്റെ തലയിൽ തേക്കാൻ എണ്ണ കൊടുക്കുന്നവർ, യതീമിനിക്ക് വപ്പടം പൊരിക്കാൻ വെളിച്ചെണ്ണ കൊടുക്കുന്നവർ, യതീമിന്റെ ഭക്ഷണത്തിൽ രസം കിട്ടാൻ വേണ്ടി ഉപ്പ് കൊടുക്കുന്നവർ എല്ലാം പെട്ടു. ഞാൻ വകാഫിലുൽ യതീം. കാഫിൽ എന്ന വാക്ക് ഇസ്മു ഫാഇൽ, അത് മുഫ്രദ. ആ കാഫിൽ എന്ന വാക്ക് മുഫ്രദ. മുഫ്രദും മുളാഫുൻ യഉമു. ജംഉൽ ജവാബി നോക്കിയാൽ കാണാൻ സാധിക്കും. മുഫ്രദും മുളാഫുൻ യഉമു, യതീമിനെ സംരക്ഷിക്കുന്നവർ എന്നർത്ഥം. ഇപ്പോ ഞാനും
യതീമിനെ സംരക്ഷിക്കുന്നവരും ഫിൽ ജന്നത്തി സ്വർഗത്തിൽ ഹാക്കദാ. സഹോദരന്മാരെ, യതീമിനെ സംരക്ഷിക്കുന്നവൻ എന്ന യതീമിനെ ഒരാള് സംരക്ഷിക്കണം. ഇപ്പൊ യതീം അൽക്കാരാജ്യം ചെയ്യുക, യതീംഖാന ഉണ്ടാക്കി വേണ്ടതൊക്കെ ചെയ്തു, അങ്ങനെ അർത്ഥമില്ല. യതീമിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ കഴിയോ? ഒരു ചാക്ക അരി കൊടുക്കാൻ കഴിയോ? നിങ്ങളും ഗാഫിലേ. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയോ? ഓരോ വ്യക്തിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യാം. യതീം, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവർ അവരും ഫിൽ ജന്നത്തി ഹാക്കദാ, സ്വർഗത്തിലേരുക. കഴിവിന്റെ പരമാവധി യതീംഖാനയെ സംരക്ഷിക്കണം. യതീംഖാനയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താ 10 റുപ്യ കൊടുക്കാൻ കഴിയോ? കൊടുക്കൂളി, സ്വർഗത്തിലേരുക. പടച്ചവനെ, യതീമക്കളെ സംരക്ഷിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ. ഇന്നെക്കൊണ്ടത് കഴിയൂല, ഇന്നെക്കൊണ്ട് 100 റുപ്യ കൊടുക്കാനല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് എന്തായി കരുതണ്ട. ഞാനും വകാഫിലുൽ യതീമിനെ സംരക്ഷിക്കുന്നവർ, യതീമിനിക്ക് എന്താ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക അതൊക്കെ ചെയ്യാം. കഴിവിന്റെ പരമാവധി എന്താണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്യാം. എല്ലാവർക്കും കൂലിട്ടും. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ വളരെ അടുപ്പത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, യതീമിനെ കാണുമ്പോൾ സ്നേഹിക്കണം, അവനെ തലയിൽ കൈ വെക്കണം. അവന്റെ പേരെന്താ? എന്താ പഠിക്കുന്നത്? വേണ്ടുന്ന വിദ്യാഭ്യാസം. കാഫിർ എന്ന വാക്കിനിക്ക് അർത്ഥമൊക്കെ ഉണ്ട്. യതീമിനിക്ക് എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക, യതീമിനിക്ക് വസ്ത്രം കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ചായ വാങ്ങിക്കൊടുക്കുക, എന്തെല്ലാം ചെയ്യുക. അതൊക്കെ ഈ വാക്കിൽപ്പെട്ടു. കഴിവിന്റെ പരമാവധി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, യതീമിനെ സംരക്ഷിക്കണമെന്ന് ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങൾ ഫായിസീങ്ങളെ കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വിവിധ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിച്ച പ്രമുഖ ഇസ്ലാമിക ചരിത്ര ഗവേഷകരും ആഴമേറിയ അറിവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പണ്ഡിതവര്യൻ കുണ്ടൂർ മർക്കസ് സഖാഫത്തുൽ ഇസ്ലാമിയ പ്രിൻസിപ്പൽ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി വേദിയെ അഭിസംബോധന ചെയ്യുകയാണ്. ബഹുമാന്യ അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി ഉസ്താദിന് സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ നേതാക്കളെ, പ്രിയമുള്ള മൂമിനുകളെ, മൂമിനാത്തുകളെ, തന്നല ഹസനിയ യതീംഖാനയുടെ ഈ സിൽവർ ജൂബിലി സംഗമത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ പ്രഥമ ഉദ്ഘാടന വേളയിൽ അൽഹംദുലില്ലാഹ് സംബന്ധിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. 1990 കുണ്ടൂർ മർക്കസ് ആരംഭിച്ചതെങ്കിൽ തൊട്ടടുത്ത വർഷം തന്നെ ബഹുമാനപ്പെട്ട മർഹൂം മരക്കാർ ഹാജിയുടെ നേതൃത്വത്തിലായി ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചപ്പോൾ ആ സമ്മേളനത്തിലും തുടർന്നുള്ള പല പരിപാടികളിലും സംബന്ധിക്കാൻ അവസരം സിദ്ധിച്ചിട്ടുണ്ട്. സർവോപരി മരക്കാർ ഹാജിയും അവരുടെ പ്രിയ പത്നിയും അവരുടെ ഭാര്യ പിതാവും ഒന്നിച്ച് ഞങ്ങൾ ഒരു ഹജ്ജ് യാത്രയും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 40 അംഗ സംഘം, ഞാനായിരുന്നു അന്ന് അതിൻ്റെ അമീർ. ആ രീതിയിൽ മഹാനവറുകളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് സന്താന സൗഭാഗ്യമില്ലാതിരിക്കലായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം. കേരളത്തിൽ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ വളർന്നു വരാൻ കാരണം ഒരുപക്ഷെ സന്താന സൗഭാഗ്യമില്ലായ്മയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന, നേരത്തെ ഷാഫി ഹാജി സൂചിപ്പിച്ച്, പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ബാപ്പു ഹാജി 200 ചില്ലാനം ഏക്കർ വരുന്ന സ്ഥലമാണ്. അതും തന്നെ ഏത് ജാതി തെങ്ങും തോട്ടം, റബ്ബർ തോട്ടം.
200 ചില്ലാനം ഏക്കർ സ്ഥലമാണ് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി പട്ടിക്കാട് ജാമിയനുരയ്ക്ക് നൽകിയിട്ടുള്ളത്. പൊട്ടച്ചിറ ബീവി എല്ലാവർക്കും അറിയാം. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എന്റെ എല്ലാ പുരോഗതിക്കും നിമിത്തമായത് ആ പൊട്ടച്ചിറ ബീവിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആ സ്ഥാപനത്തിൽ എന്റെ പഠനത്തിന്റെ അവസാനം ദൈവബന്ധിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെയാണ് പഠിച്ചത് 3 വർഷം. എന്റെ അധ്യാപനത്തിന്റെ തുടക്കവും അവിടെയായിരുന്നു. ഒരു ഈഴവ സമൂഹത്തിൽപ്പെട്ട ആ ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് മഹാനായ ബീരാൻ ഔലിയയുടെ ആ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാപനം, ഒരു കാലഘട്ടത്തിൽ പട്ടിക്കാട് ജാമ്യ നൂരിയ കഴിഞ്ഞാൽ പിന്നെ ആകെ 4-5 കോളേജുകളുണ്ടായിരുന്നു. ആ 4-5 കോളേജുകളിൽ ഒന്ന് പൊട്ടച്ചൻ അനുവരികയാണ്. അതുപോലെ ഇപ്പോ മറ്റൊരു ബാപ്പു ഹാജി വാഫി കോളേജിന് വേണ്ടി 17 ഏക്കർ സംഭാവന നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ മരക്കാർ ഹാജി മഹാനവകളുടെ പുരയിടമടക്കമുള്ള എല്ലാം തന്നെ ഈ ദീനിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അതിനർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. നാം നിൽക്കുന്ന ഈ സമയം ഞാൻ നീട്ടുന്നില്ല. മുഖ്യ പ്രാസംഗികനായ ബഹുമാനപ്പെട്ട നാസർ ഫൈസ് കൂടത്തായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നിമിഷത്തെപ്പറ്റി മാത്രം ഞാനൊന്ന് 2 മിനിറ്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ലോകം മുഴുക്കെ ഇപ്പൊ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. മദ്യചഷകം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോഡക്കുപ്പി പോലെ മദ്യമിങ്ങനെ നൊരനൊരങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 2017 ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പിറന്നു കഴിഞ്ഞു. മലേഷ്യയിലും ഇന്തോനേഷ്യയിലും തായ്വാനിലും ഫിലിപ്പൈനിലും ജപ്പാനിലുമൊക്കെ ഇപ്പോൾ 2017 ആയി കഴിഞ്ഞു. ലോകം മുഴുവൻ കുടിച്ച് കൂത്താടുന്ന പൂസായി നടക്കുന്ന ഒരു സമയത്താണ് അൽഹംദുലില്ലാ മഹാനായ മരക്കാർ ഹാജി സാഹിബ് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സംഗമവുമായി നമ്മളിവിടെ സന്ധിച്ചിരിക്കുന്നത് വലിയൊരു അനുഗ്രഹീതമായ സമയമാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാരും ആഘോഷം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ന്യൂ ഇയർ? നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ 2 ന്യൂ ഇയർ ഉണ്ട് നമുക്ക്. ഒന്ന് മുഹറം, അതേതാന്നാണ് ഇസ്ലാമികമായ സംസ്കാരത്തിന്റെയും ഇസ്ലാമികമായ പാരമ്പര്യത്തിന്റെയും നിതാന്ത നിദർശനമായി കൊണ്ടുള്ള ഒരു ന്യൂ ഇയർ ഉണ്ട്. രണ്ടാമത്തെ ന്യൂ ഇയർ ഏതാന്ന് വെച്ചാൽ മലയാള മാസത്തിന്റെ പിറവി. അതും തന്നെ വളരെ അർത്ഥവത്തായ ഒരു മാസ. ചിങ്ങം, കന്നി, കർക്കടം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം. ഭയങ്കര ബുദ്ധിപരമായ ഒരു മാസ. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരർത്ഥമുണ്ട്. കർക്കടം എന്ന് പറഞ്ഞാൽ ഞണ്ട്. അപ്പോ സൂര്യൻ 30 മാസം സഞ്ചരിക്കുന്ന 30 ദിവസം സഞ്ചരിക്കുന്നത് ഞണ്ട് രാശിയിലൂടെയാണ്, സിംഹരാശിയിലൂടെയാണ്, പാമ്പ് രാശിയിലൂടെയാണ്. അതൊക്കെ നമ്മളെ കിതാബുകളിലും തഫ്സീറുൽ അഫ്ലാഖ് പോലുള്ള കിതാബുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതിലൊരു ബുദ്ധിയുണ്ട്. നമ്മളെ കേരളത്തിന്റെയും നമ്മുടെ ഇന്ത്യയുടെയും ആർഷ്യ ഭാരത സംസ്കാരം. ഇപ്പൊ നാളെ പറക്കാൻ പോകുന്ന ജനുവരി, ഈ ജനുവരിയുടെ അർത്ഥം എന്താണെന്നറിയോ? ജനുവരി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ദേവന്റെ പേരാ. ചിങ്ങം, കന്നി, കുംഭം, മീനം, അതിലോ റബീഉൽ അവ്വൽ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, അതിലൊന്നും ആരും ദേവീ ദേവന്മാരും വന്നിട്ടില്ല. ജനുവരി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദേവന്റെ പേരാ. ജാനു എന്ന് പറഞ്ഞ ദേവി. എന്താ പേരിടാൻ കാരണം? 2 മുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനുവരി എന്നാണ് ഈ മാസത്തിന് പേര് വെച്ചിട്ട്. കഴിഞ്ഞ കൊല്ലത്തിലേക്കും അതിങ്ങനെ നോക്കും, വരാനിരിക്കുന്ന കൊല്ലത്തിലേക്കും അത് നോക്കും. ഇങ്ങനെ ഓരോ പേരുകളും. ഹൗ ദ മന്ത്സ് ഗോഡ്സ് ഇസ് നെയിം. സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഒരു പാഠമുണ്ട്, എങ്ങനെയാണ് മാസങ്ങൾക്ക് ഈ പേര് കിട്ടിയത്. അപ്പൊ നോക്കുമ്പോ ജൂലൈ, ജൂലിയസ് സീസർ. ഇങ്ങനെ സെപ്റ്റംബർ ഒരു സുന്ദരി. ഈ രീതിയിലുള്ള 12 മാസം സംയോജിപ്പിച്ച ആഗോളതലത്തിലുള്ള ക്രിസ്തീയ പുരോഗതിയുടെയും ക്രൈസ്തവ വൽക്കരണത്തിന്റെയും ക്രിസ്തീയ സംസ്കാര ആധിപത്യത്തിന്റെയും നിദർശനമായി കൊണ്ട് ലോകത്ത് മുഴിക്കപ്പം അതായി മാറി. ഇപ്പൊ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇയർ ആയിട്ടാണ് കണക്കൂട്ടുന്നത്. എന്തിനധികം ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറബി മാസമാണ് എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത്. മതസ്ഥാപനങ്ങൾ വരെ അറബി മാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പണ്ട് ശമ്പളം കൊടുത്തിരുന്നത്. ഇന്നും ഉത്തരേന്ത്യയിലൊക്കെ ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ നമ്മള് നല്ലോണം ഒരു 100 വർഷം ബ്രിട്ടീഷുകാർ നമ്മൾ അടക്കി ഭരിച്ചപ്പോ നമ്മൾ പോലെ അടിമകളായി. ഇന്നിപ്പോ നമുക്ക് ഏതാ നമ്മളെ മലയാള മാസം എന്ന് എത്ര അറിയില്ല, ഏതാ അറബി
റബീൽ അവലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയാം അന്ന് റബീൽ ആഖിർ 1 2 ഒക്കെയാണ് അതറിയും. അതല്ലാതെ ഒരു പണ്ഡിതനോട് തന്നെ ചോദിക്കാം ഇന്നത്തെ റബീൽ ആഖിർ, തൽക്കാലം റബീൽ ആഖിർ ചിലപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് അറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കാണ് ഇന്നിപ്പോ എത്ര 14 15 16 ഇങ്ങനെയൊക്കെ പറയും. അതേ സമയത്ത് ജനുവരി ഇതെന്താന്ന് പറഞ്ഞാൽ നാം ഒരു വിഭാഗത്തിന്റെ സാംസ്കാരികമായ ആധിപത്യത്തിന് വഴിപ്പെട്ടിരിക്കുക. ഏതൊരു സമൂഹമാണ് ഇപ്പൊ നമ്മൾ ഇസ്ലാമികമായ ആ മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിൽ നമ്മളെ മാസങ്ങളും നമ്മുടെ ഭാഷകളൊക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് മറ്റു സമുദായങ്ങളുടെ മുന്നേറ്റ കാലഘട്ടം അവരുടെ സാംസ്കാരിക ആധിപത്യമാണ്. അപ്പൊ അതുകൊണ്ട് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരൊറ്റ വാക്ക് ഓർക്കേണ്ടതുണ്ട്. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളതായ ആളുകളുടെ ചര്യ നിങ്ങൾ പിന്തുടരും. എങ്ങനെ? ചാണിന് ചാണായും മുണത്തിന് മുഴമായും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടക്കുകയാണെങ്കിൽ ദഖൽതുമൂഹു, നിങ്ങളോ ഇത് കടക്കും. ഉടുമ്പിന്റെ മാളത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു അർത്ഥശൂന്യമായ ഏർപ്പാട്. അർത്ഥശൂന്യമായ ഏർപ്പാടാണ് അവർ നടത്തുന്നത്. ഏതോ ഭൂതന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഓൻ നടക്കുന്നത്. ഏതോ ചെക്കുവേരന്റെ ആരൊക്കെ ഫോട്ടം വെച്ചുള്ള കുപ്പായുണ്ട്. ഓന്റെ സംസ്കാരമാണ് അത്. നമ്മളെ മാപ്പിള കുട്ടികളും അത് ധരിച്ചു നടക്കും. ഇതാ അവൻ എങ്ങനെയാണോ മുടി വെക്കണേ അങ്ങനെ വെക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഉടുമ്പിന്റെ മാളത്ത് കിടക്കുന്ന ഒരു കാര്യമില്ല. ഒരു അർത്ഥശൂന്യമായ ഏർപ്പാടാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതുപോലും നമ്മൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ലോകം മുഴുക്കെ നമ്മളെ ഗൾഫ് കൺട്രീസൊക്കെ ഇപ്പൊ ഭയങ്കര ഒരുക്കങ്ങളല്ലേ. എത്രയാണ് കുടിച്ച് തീർക്കാന്നറിയോ? ഇനിയിപ്പോ നാളത്തെ പേപ്പറിൽ കാണപ്പോ പണത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് ഇനി എന്താ അറിയില്ല, ബിവറേജ് കോർപ്പറേഷന്റെ കോടിക്കണക്കിൽ വരുമാനക്കാരൻ നാണിമറ്റന്നോ 2 ദിവസത്തെ നമ്മൾ ആലോചിച്ച കൊടുത്ത ആരാ കുടിച്ചു തീർക്കുന്നത്? നമ്മൾ ഈ പരിസരത്ത് രാവിലെ നടന്നു നോക്കി, രാവിലെ അവിടെ ഏത് വൈക്ക് നടന്നു നോക്കിയാലും 10 കള്ളുകുപ്പി കാണാത്ത ഒരു ദിവസവും ഞാനില്ല. ഞാൻ രാവിലെ അങ്ങനെ അങ്ങോട്ട് നടന്നാല് ചിലപ്പോൾ വന്യപ്പറമ്പിന്റെ അവിടെ അങ്ങനെ നടക്കും. നടന്നു കഴിഞ്ഞാൽ റോട്ടിന്റെ പക്കത്ത് സാധാരണ കാണുന്നത് കൊടക്കല്ല് മുതൽക്ക് അങ്ങനെ അങ്ങോട്ട് കള്ളും കുപ്പിയാണ് കാണുന്നത്. ഇതൊക്കെ ആരാ ജിന്നും മലായിക്കൊന്നും വന്ന് കുടിക്കണില്ല, നമ്മളെ മാപ്പിള ചെക്കന്മാര് കുടിച്ചു തിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാംസ്കാരികമായ മറ്റുള്ളവരുടെ ആധിപത്യത്തിൽ നമ്മൾ വെളിപ്പെട്ടുകൊണ്ട് ന്യൂ ഇയർ ഒക്കെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ വലിയ സംഗതി അയക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ഒന്നുമല്ല. നമ്മളേതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഈ സിൽവർ ജൂബിലി സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ന്യൂ ഇയർ ഇങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ സാംസ്കാരിക അന്യ സാംസ്കാരിക ആധിപത്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരത്തരം ഉയർത്തുകയും വളർത്തുകയും ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിക ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നൂഹ് കരിങ്ങപ്പാറ അഭിസംബോധന ചെയ്യുകയാണ്. ബഹുമാന്യ അധ്യക്ഷന്റെ അനുമതിയോടെ കൂടെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ സയ്യിദ് ഫൈസി അവറുകളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി, പ്രങ്കനായ ഷെയ്ഖ് അലി മുസ്ലിയാർ, നാസർ ഫൈസി കൂടത്തായി, വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, നല്ലവരായ ദീനി സ്നേഹികൾ, ഹസനിയ തീങ്കാനയുടെ 25ാമത് വാർഷിക ആഘോഷത്തിലാണ് നമ്മളുള്ളത്. 25 വർഷം മുമ്പ് അനാഥകളുടെ സംരക്ഷണത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മരക്കാര ഹാജി ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഓരോ പ്രഭാഷകരും മരക്കാര ഹാജിയെ പ്രത്യേകം സ്മരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത നന്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മൾ ആ ഓർക്കാൻ കാരണമാകുന്നത്. ധാരാളം ആളുകൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ മരണത്തോടുകൂടി അവിടെ ഓർമ്മ നശിക്കുകയാണ്. എന്നാൽ നന്മ ചെയ്യുന്നവർ ഓർക്കപ്പെടുകയും ഓർമ്മയോടൊപ്പം
പ്രാർത്ഥന അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നാളെ നമുക്ക് നന്മ ലഭിക്കാൻ, പ്രാർത്ഥന ലഭിക്കാൻ കഴിയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്നവർക്ക് എക്കാലത്തും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു പ്രതിഫലം, അതിലേറ്റവും പുണ്യമായ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്കർമ്മം ചെയ്യാൻ, അതിന് നേതൃത്വം നൽകുവാനും ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, മരക്കരാജിയടക്കമുള്ള ആലിമീങ്ങൾക്കും സാധാരണക്കാർക്കും സാധിച്ചു. ഈ സ്ഥാപനം ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നല്ല നിലയിൽ ഇതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദനായ ഉപാധ്യക്ഷൻ ഷെയ്ഖുന MP അബ്ദുള്ള മുസ്ലിയാർ, കോഴിക്കോട് കാവി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, നമ്മുടെ വേദിയുടെ മറ്റൊരു മുഖ്യ പ്രഭാഷകൻ കൂടിയായ സുന്നി ആദർശ വിശദീകരണ വേദികളുടെ നിറസാന്നിധ്യം ഉസ്താദ് ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ അല്പസമയത്തിനകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്.